ഹൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലുഡോ കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് എനിക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ വിത്ത് ആ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് സഹിതമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചു തരാം. അടിപൊളി ആപ്ലിക്കേഷനാണ്, ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ജംഗ്ലി റമ്മി എന്നുള്ള ആപ്ലിക്കേഷനൊക്കെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അവരുടെ തന്നെ പുതിയ ആപ്ലിക്കേഷനാണ് ജംഗ്ലി ലുഡോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എന്നാലേ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഞാൻ പറയുന്നത് കേൾക്കാതെ ഇരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പം അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. അപ്പം ഇതിൻ്റെ APK ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ മൊബൈൽ നമ്പർ വെച്ച് സൈൻ ഇൻ ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ളടത്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. താഴെയായിട്ട് സൈൻ അപ്പ് ഓർ ലോഗിൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യുക. മൊബൈൽ നമ്പർ OTP കൊടുത്ത് സൈൻ അപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും 10 ഫ്രീ ക്യാഷ് ക്രെഡിറ്റർ ടു യുവർ അക്കൗണ്ട് എന്നുകൊണ്ട് കാണാൻ പറ്റും. അതായത് 10 രൂപ നിങ്ങൾക്ക് ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടും. അത് ഡെപ്പോസിറ്റ് ക്യാഷ് ആണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് കളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നേരെ വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറയുന്നത് ഫ്രീ ആയിട്ട് കളിക്കുക എന്നുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്തതിനുള്ള ക്യാഷ് കിട്ടും. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ക്യാഷ് ഒക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 10 രൂപ നിങ്ങൾക്ക് 100% യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും, ഒരു ബാനർ വരും. അപ്പോൾ താഴെ പ്ലേ നൗ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഗീസ്, ഈ കാണുന്നതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഹോം പേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും 40 രൂപ ഉണ്ട് ക്യാഷ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻട്രി ഫീ കാണാൻ പറ്റും. 1 രൂപ 5 രൂപ കൊടുത്ത് നിങ്ങൾക്ക് കളിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് വെച്ച് ക്യാഷ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് 10 രൂപ വെച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് 1 രൂപയുടെ എൻട്രി ഫീ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 1 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 10 പ്രാവശ്യം നിങ്ങൾക്ക് കളിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാം. നിങ്ങൾക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്തെങ്കിലും വിഡ്രോവൽ എമൗണ്ട് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെനു എന്ന് പറഞ്ഞ സെക്ഷനിൽ വരികയാണ്. മെനു എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നതിന് ശേഷം അക്കൗണ്ട് സമ്മർ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് സമ്മറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഡെപ്പോസിറ്റ് ക്യാഷിൽ 20 രൂപയുണ്ട്. അതുപോലെ തന്നെ വിന്നിങ്സിലും 20 റുപ്പീസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് നമ്മൾ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ജംഗ്ലി റമ്മി അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇതിൻ്റെ വാലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹൗസ് ആറ്റ് എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി ആപ്ലിക്കേഷൻ ഉണ്ട്, ഫാൻറ്റസി ഗെയിമിംഗ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്കറിയാലോ, ഡ്രീം മില്യനൊക്കെ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, എല്ലാ ആപ്ലിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ അതിലുള്ള വാലറ്റിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെപ്പോസിറ്റ് ക്യാഷ് ആണെങ്കിൽ ഇത് കാണാൻ പറ്റും. പക്ഷേ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ക്യാഷ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 രൂപ എന്തായാലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ക്യാഷിൽ കിട്ടും. ഓക്കെ, ഡെപ്പോസിറ്റ് ക്യാഷിൽ 9 രൂപയാണെന്ന് തോന്നുന്നു കിട്ടുന്നത്. 1 രൂപ ഈ ഒരു ബോണസിലോട്ടാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഓൾ ട്രാൻസാക്ഷൻ എടുക്കുകയതിന് ശേഷം കാണാൻ പറ്റും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഇതാണ് ഈ ഒരു സൈൻ അപ്പ് ക്യാഷ് എന്നുകൊണ്ട് കാണാൻ പറ്റും 9 രൂപ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ വിഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ 1 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ 1 രൂപ ആഡ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് അവിടെ കാണുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. പിന്നെ വിഡ്രോ ചെയ്തൊക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ ഒരു 10 രൂപ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ വെച്ച് ഗെയിം കളിക്കാനായിട്ട് പറ്റും. ഇവിടെ ആണല്ലോ 1 രൂപയുടെ എൻട്രി ഫീ ഉള്ളതുണ്ട്. അതുപോലെ തന്നെ 5 രൂപയുടെ എൻട്രി ഫീ ഉള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിച്ചു തരാം. ഞാൻ ഫുള്ള് കളിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി കളിച്ച് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും അവിടെ ഗെയിം ഒരാളായിട്ട് അതായത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കളിക്കുക. അപ്പോൾ നമ്മൾ നോർമലായിട്ട് കളിക്കുന്ന പോലെ തന്നെയാണ്. ഒരു ടൈമർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമറിനുള്ളിൽ ഏറ്റവും കൂടുതൽ സ്കോർ ആരാണ് എടുക്കുന്നത് അവരാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കളിക്കുക. അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. ഓക്കെ, സോ ആൾ കളിക്കുന്നുണ്ട്. എനിക്കിതിപ്പോൾ വീഡിയോ ചെയ്യുന്നതിനിടയിലായിട്ട് എനിക്ക് മറ്റേ കളിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് സീൻ. ഓക്കെ, ഇതാ 6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത് ജസ്റ്റ് നോക്കണം, എന്നിട്ട് വേണം നിങ്ങൾ കളിക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കളിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഗെയിം എൻഡ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ തോറ്റിട്ടുണ്ട്. കാരണം എനിക്ക് ആദ്യം തന്നെ മനസ്സിലായത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതിനിടയിൽ എനിക്ക് അങ്ങനെ മറ്റേ കളിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കളിക്കുക. ഫസ്റ്റ് ഒരു ഗെയിം എന്തായാലും ചിലപ്പോൾ നിങ്ങൾ തോറ്റെന്ന് വരും, ജസ്റ്റ് മനസ്സിലാവാത്തതുകൊണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വീണ്ടും കളിക്കുക. ജസ്റ്റ് 1 റുപ്പീസ് നിങ്ങൾക്ക് കളിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് ഗോ ടു ലോബിയിൽ ക്ലിക്ക് ചെയ്യുക, അതായത് ബാക്ക് വരിക, നിങ്ങൾക്ക് വീണ്ടും കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് എമൗണ്ട്, അതായത് കുറച്ച് എമൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 1 രൂപയിൽ ആഡ് ചെയ്യണം.
അതായത് ₹1 നിങ്ങൾ ആദ്യം തന്നെ കയറി ആഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ടുള്ള എമൗണ്ട് ആകുമ്പോൾ ഓക്കെ. അപ്പോൾ ആദ്യത്തെ വിഡ്രോയിൽ നിങ്ങൾക്ക് ₹1 ആണ് മിനിമം വിഡ്രോയിൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ ₹25 വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ വിഡ്രോയിൽ എമൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ KYC ഉണ്ട്. KYC എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നുമില്ല, പാൻ കാർഡ് ഒന്ന് ജസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഒരു ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പാൻ കാർഡ് കഴിയും, സോറി ആ ഒരു KYC കഴിയും ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ₹1 നിങ്ങൾ ഇതിലോട്ട് ആഡ് ക്യാഷിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ₹1 ജസ്റ്റ് ₹1 ഓക്കെ ₹1 ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ക്യാഷിലോട്ട് വരും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഗെയിം കളിക്കാം ഓക്കെ. അതിന് ശേഷമാണ് വിഡ്രോയിൽ വരുന്നത്. വിഡ്രോ ചെയ്യാനായിട്ട് ഒരു വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് മിനിമം വിഡ്രോയിൽ ആദ്യം ₹1 ഇപ്പോഴും ₹1 എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ₹25 ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആദ്യം ₹1 ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അല്ല ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുമില്ല ഡിസ്ക്രിപ്ഷനിൽ പറയാം ഓക്കെ മിനിമം വിഡ്രോയിൽ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു പ്രാവശ്യം വിഡ്രോ ചെയ്തതാണ്. ഇവിടെ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ UPIയിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആ ഒരു KYC ചെയ്ത ആളുടെ പേരിലായിരിക്കണം ഓക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് എൻ്റർ ചെയ്യുക ഓക്കെ. ടാക്സ് കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് പോയിട്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ കിട്ടും. അപ്പോൾ ₹1 ആണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല ഓക്കെ. അപ്പോൾ ഇപ്പം കറൻറ്റ് ₹25 ആണ് ഓക്കെ. അപ്പോൾ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക, വിഡ്രോ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹിസ്റ്ററി കാണിച്ചു തരാം. ₹21 ഞാൻ വിഡ്രോ ചെയ്ത് കാണാൻ പറ്റും. ക്രെഡിറ്റഡ് ഓൺലൈൻ കൊണ്ട് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്രൂഫ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ₹21 റിസീവ് ആയത് ജംഗ്ലി ലുഡോ ഫണ്ട് ട്രാൻസ്ഫറിനായിട്ട് കയറിയിട്ടുള്ളത് കാണാൻ പറ്റും. പേയ്മെൻറ്റ് ആളൊക്കെ പക്കയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം എനിക്ക് മിനിമം വിഡ്രോളിൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു ഡൗട്ട്. അതായത് ആദ്യം ₹1 കാണിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ ₹25 കാണിക്കുന്നുണ്ട്. അപ്പം ₹25 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ₹25 ആക്കിയിട്ട് വേണം വിഡ്രോ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ആഡ് ചെയ്യാനും പറ്റും. ക്യാഷ് ആഡ് ചെയ്യാൻ ഞാൻ ആരോടും പറയില്ല. നിങ്ങൾ ജസ്റ്റ് ₹10 വെച്ച് നിങ്ങൾ കളിച്ച് നോക്കുക താല്പര്യമുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ ജംഗ്ലി റമ്മി മറ്റേ ആപ്പിലൊക്കെ നിങ്ങൾ എമൗണ്ട് കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ കളിക്കാൻ പറ്റും ഓക്കെ. പിന്നെ ഇവിടെ മൈ ഗെയിംസ് ഉണ്ട്. പിന്നെ റെഫർ ചെയ്തിട്ടെങ്കിൽ എമൗണ്ട് കിട്ടും. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ റെഫർ ചെയ്ത ഫ്രണ്ടിൽ ₹50 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ₹5 കിട്ടും ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. പിന്നെ മേക്ക് എ ഡെപ്പോസിറ്റ് ഓഫ് 25 ആൻഡ് റെഫർ ₹25 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് റെഫർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട, അത് നിങ്ങൾ ₹10 നിങ്ങൾക്ക് എന്തായാലും കിട്ടുക വെച്ച് നിങ്ങൾ കളിക്കുക. വിഡ്രോയിലാക്കാൻ പറ്റുന്നെങ്കിൽ വിഡ്രോ ചെയ്യുക ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്, നല്ല ചെറിയൊരു ഓഫറാണ്. താല്പര്യമുള്ളവർ യൂസ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.